എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഫോട്ടോകളൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ പോലും ചോദിച്ചു, നിങ്ങൾക്ക് ഷുവർ ആണോ ഈ ഫോട്ടോകളൊക്കെ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത്. ഒരു മെഷീനായ അതുവരെ മെമ്മറീസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് വീണ്ടും പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യരുടെ കാര്യത്തിലോ? മനുഷ്യർ എപ്പോഴെങ്കിലും നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ടാണോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ഒരു കാരണം പോലും പറയാതെ, ഒരു ക്ലോഷർ പോലും തരാതെ ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അപ്പുറത്തുള്ള ആളിന് എത്രത്തോളം ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ശൂന്യതയാണ് ആ മനുഷ്യൻ കൊടുക്കുന്നതെന്ന് ആ ഇറങ്ങിപ്പോകുന്ന ഒരാള് പോലും ചിന്തിക്കുന്നുണ്ടാവില്ല. ഇനിയിപ്പോ ചിന്തിച്ചാൽ തന്നെ അവർ വേദനിക്കട്ടെ എന്ന് അവർ വിചാരിച്ചു കാണണം. ഈ അടുത്തായിട്ട് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞതാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ടിയിരുന്നില്ല, എനിക്കൊരു കാരണം മതിയായിരുന്നു. എന്നോട് ഒരൊറ്റ കാരണം പോലും പറയാതെ പെട്ടെന്ന് എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ ആ മനുഷ്യനെ കുറിച്ച് ആ കുട്ടി പറയുമ്പോൾ ആ കുട്ടിയുടെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. ഇനി എങ്ങനെ ഞാൻ ജീവിക്കും എന്നുള്ള ആ ഒരു അവരുടെ ലോകം ശൂന്യമായത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ സത്യം പറഞ്ഞ നിസ്സഹായരാവുന്നത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസ്ഥ എന്നുള്ളത് അത് സ്നേഹത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. എനിക്ക് തോന്നുന്നു ഒരാളോട് എന്തിനാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് പോലും പറയാതെ ഇറങ്ങിപ്പോകുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കൊടും ചതി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതുവരെയുള്ള എൻ്റെ ഈ ഒരു കരിയറിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ജീവിതത്തിലെ പല പെൺകുട്ടികളും അല്ലെങ്കിൽ പല ആണുങ്ങളും ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തിനാണ് എൻ്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയാതെ ഉഴന്നു നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അതിലൊരു വിക്റ്റിം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, ഏറ്റവും വലിയ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്നുള്ളത് നിങ്ങൾ അയാളെ കാത്തിരിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി കാത്തിരിപ്പിക്കുക എന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അയാൾക്ക് ഒരു ക്ലോഷർ തരാതെ, അയാൾക്ക് ഒരു കാരണം പറയാതെ നിങ്ങൾ ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൽ അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത എന്നുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഫോണ് പോലും ആ ഒരു മെമ്മറീസ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ആളോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് അനുവാദം ചോദിക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് അവരെ വേണ്ട എന്ന് പോലും പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ കൊടുക്കണം. എങ്കിൽ അവർ ജീവിതത്തിൽ മൊത്തം ഒരു ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോവുക. ചില മനുഷ്യരുണ്ടാകും അവരുടെ ജീവിതം മാത്രം ആലോചിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകള്. എമ്പതി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, വേറൊരാളോട് ദയ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അവർക്ക് ചിലപ്പം ഉണ്ടാവണമെന്നില്ല. അവരവരോട് മാത്രമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ദയുള്ള ആളായിട്ട് ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഒറ്റ കാരണം പറയാ. നിങ്ങൾ പോകുന്നതിന് മുമ്പ്, നിങ്ങൾ പോകുകയാണെന്നെങ്കിലും നിങ്ങൾ പറയാനുള്ള നിങ്ങൾ ആ ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുക. ചില ആളുകളൊക്കെ വന്നിട്ട് കാരണം പറയാതെ കരയുമ്പോൾ, ചില ആളുകളൊക്കെ വന്നിട്ട് കാരണമില്ലാതെ രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും ആ കുട്ടികള് അല്ലെങ്കിൽ ആ ആളുകൾ കടന്നു പോകുന്നുണ്ടാവുക എന്നുള്ളത്. കാരണം നമ്മൾക്ക് ഒരാളുടെ ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, നമ്മളുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ പാർട്ട്ണർ നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, നമ്മളെ പാർട്ട്ണർ നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ, ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ നമ്മളോട് മിണ്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ, ഇതിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റാതെ ചിലര് ഇട്ടു പോകുമ്പോൾ, ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരൊക്കെയും ഈ രാത്രികളിൽ കരഞ്ഞ് കണ്ണീര് പൊഴിക്കുമ്പോൾ, ഈ രാത്രികളിൽ വരുന്ന മെസ്സേജുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. എന്തിനാണ് മനുഷ്യർ ഇത്രയും ക്രൂരരാവുന്നത് എന്നുള്ളത് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ പാർട്ട്ണറും ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാവുന്നില്ല. ഒരു പക്ഷേ അവർക്ക് ആ വേദന മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും, അവരതുപോലത്തെ വേദനയിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ടായിരിക്കും അവർക്ക് ആ വേദന മനസ്സിലാവാത്തത്. ഉപേക്ഷിക്കപ്പെട്ടവന്റെ വേദന ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന് മനസ്സിലാവില്ല. ഉപേക്ഷിക്കപ്പെട്ടവന് മാത്രമേ അതിന്റെ വേദന എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞു തരാൻ പറ്റൂ. പറഞ്ഞു തന്നാൽ തന്നെ അത് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന ഓരോ മനുഷ്യനും, നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ ഉപേക്ഷിക്കാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവരോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പറയുക,
നിങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല, എനിക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല, എന്നിട്ട് നിങ്ങൾ മനഃപൂർവ്വം ഇറങ്ങിപ്പോയിക്കോളൂ. ഇത്രയും കാലം നിങ്ങൾ സ്നേഹിച്ച സ്നേഹവും നാട്യവും നിങ്ങൾ അവർക്ക് കൊടുത്ത കെയറും എല്ലാം മറന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ. ആ മനുഷ്യന് ഒരുപാട് കാലം തകർന്നടിഞ്ഞ് ജീവിച്ചേക്കാം, പക്ഷെ അതിനൊക്കെ അപ്പുറം ആ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ നിങ്ങൾ കാരണം പറയാതെ പോകുമ്പോൾ, കാരണം പറയാതെ പോകുന്ന ആ മനുഷ്യന്റെ ഉള്ളില് എത്രത്തോളം ഉള്ളു നീറുന്ന വേദനയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ആളുകൾക്ക് മാനസികമായ തകർച്ച ഉണ്ടാവാനും അവരുടെ ജീവിതം തന്നെ തകർന്നു പോവാനും അത് കാരണമായേക്കാം. അങ്ങനെയുള്ള ഒരാള് നിങ്ങൾ ആവാതിരിക്കുക. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരിക്കലും കർമ്മ എന്ന് പറയുന്ന സംഭവം നിങ്ങളെ വിട്ടു പോവില്ല. ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളുടെ ഉള്ളിലേക്ക്, നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ തിരിഞ്ഞു വരുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ അന്ന് വേദനിപ്പിച്ച ആ മനുഷ്യന്റെ മുഖമായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരിക. ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ ആൺകുട്ടിയുടെ മുഖമായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരിക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളാവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. പോകുന്നതിന് മുമ്പ്, ഇറങ്ങി പോകുന്നതിന് മുമ്പ് ആ മൊബൈലൊക്കെ ചോദിക്കുന്ന പോലെ ഞാൻ പോവാണ്, ഞാൻ പൊക്കോട്ടെ എന്ന് പറയാനുള്ള ആ ഒരു മനസ്സ്, ആ ഒരു ദയവെങ്കിലും മനുഷ്യത്തുള്ള മനുഷ്യരാണെങ്കിൽ നിങ്ങൾ കാണിക്കുക.